അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്യാരവൻ ലൈഫ് അവസാനിച്ച് നമ്മളിപ്പോൾ ലോറി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന്. അപ്പോൾ സ്കൂളെല്ലാം തുറന്ന് ക്ലാസ്സും തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ നമ്മുടെ 66-ആയിട്ട് മൈസൂർക്ക് പോവുക. അപ്പം നാട്ടിലേക്കാണ് നമ്മൾ ആദ്യം ലോഡ് നോക്കിയത്. അപ്പോൾ നാട്ടിലോട്ട് ലോഡ് കിട്ടിയില്ല, അതുകൊണ്ട് മൈസൂർ ലോഡ് കയറ്റി. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് നാട്ടിൽ പോകണം. അതെ, കുറച്ച് ദിവസം ഇൻട്രോക്കിൽ ഞങ്ങളുടെ കൂടെയാ. അല്ല, ഇനിയിപ്പോ സ്കൂൾ തുറന്നാൽ എന്നും നിങ്ങളുടെ കൂടെ ഞങ്ങളോട് വരും. ഇനി അടുത്ത വെക്കേഷൻ ആണ്. അതെ, ഇൻട്രോക്കിലെ വിളിച്ചിട്ട് വരുന്നില്ല, കൂട്ടുകാരായിട്ട് അതിനകത്ത് ഇരിക്കുക. അതുകൊണ്ട് ഇറങ്ങി വരാൻ മടിയാ. അവരവിടെ അതിൻ്റെ അകത്ത് ഇരുന്ന വണ്ടിക്ക് എത്ര ഗിയർ ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ഓരോ പട്ടി ആ സിസ്റ്റത്തിൽ ഇരുന്ന് ഓരോന്ന് മാറ്റുന്നുണ്ട്. ക്യാമറ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് കഴിയുമ്പോ ക്യാബൻ പൊളിച്ച് കൈ തരൂ. 2 കോമാരുണ്ട്. ആരെ നിങ്ങക്ക് വേണം? ആദ്യം നിങ്ങളെടുത്തോ, എന്നിട്ട് ബാക്കി ഞങ്ങൾക്ക് തന്നാ മതി. ഇപ്പൊ അങ്ങനെ ഞങ്ങക്ക് വണ്ടിയെല്ലാം ഇടയുണ്ട്. ഞങ്ങൾ 2 പേരെ വേണേലും കൊടുക്കോളാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പോകുന്നുണ്ടോ? അത് തന്നെയല്ല. അല്ല, ഈ ക്ലാസ് കൊടുക്കാൻ കുറച്ച് ആള് മതി. ഞങ്ങളുടെ ക്ലാസ് കൊടുക്കുന്ന പോരുന്നോ ഞങ്ങളുടെ കൂടെ? ഞാൻ പോരുവോ? വേണ്ട, അതല്ലേ പോരുന്നോ ഞങ്ങളോട് എന്ന് ചോദിച്ചേ. എന്നോട് അങ്ങോട്ട് നോക്കിയാണല്ലോ പോരുന്നത്. വേറൊരു കാര്യമുണ്ട്. പിന്നെ നാട്ടിൽ പോയിട്ട് വലിയ പ്രത്യേകിച്ച് അത്യാവശ്യം ഒന്നുമില്ല. എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. വീട് തലതിരിച്ച് നിർത്തണം. അതെ, ഭയങ്കര മഴയൊക്കെയാ. അവിടെ പോണം. വീട്ടില് ഉരുള പൊട്ട് വരാനുണ്ട്, അത് തള്ളി പിടിക്കണം. എന്നെല്ലാം പണികളുണ്ടെന്ന് കൊണ്ടാ. അതെ, വീട്ടിൽ തന്നിട്ട് 3 മാസം കൊണ്ടായി. ഇതെന്റെ ചണ്ഡീഗഡിലെ ഫ്രണ്ട്സാ. നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? പേരെന്താന്ന് ഇപ്പൊ ചോദിക്കുവാ. അപ്പു. അത് പേര് പരിചയപ്പെടുത്ത എല്ലാരും, അതുകൊണ്ടാ. എല്ലാരും പേര് പറഞ്ഞേ. തീർത്ഥ, നക്ഷത്ര, അപ്പൊ എല്ലാരോടും കേരളത്തിലോട്ട് വരണമെന്ന് പറ. അവര് വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. പുത്തൻ ഫാമിലി ലഡാക്ക് യാത്രയിലേക്ക് എല്ലാവർക്കും ചണ്ഡീഗഡിൽ നാട്ടിലേക്കുള്ള അല്ല, കേരളത്തിലോട്ടല്ല യാത്ര. പുത്തൻ ഫാമിലിന്റെ ചണ്ഡീഗഡിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലോട്ടല്ല, നമുക്ക് മൈസൂർക്കാ പോകേണ്ടത്. മൈസൂർ അന്നേരം കത്തിയത് ബൺസാ. കർണാടക എന്ന് പറയുമ്പോഴേ അത് ഓർമ്മ. അപ്പൊ ബായ് പറഞ്ഞ എല്ലാരോടും. ഞങ്ങള് പോയിട്ട് വരാം എല്ലാരോടും. ഓക്കെ. നമ്മൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല ട്രാഫിക്കായി. അതെ അതെ, പമ്പിലേക്ക് കയറിക്കോട്ടെ കേട്ടോ. ഡീസൽ അടിച്ചോണ്ട് പോകാം, ഡീസൽ കുറവാ. എടുത്തപ്പോഴാ ഡീസൽ അടിക്കുക ചെയ്തല്ലേ? അതെ അതെ, വന്നപ്പോഴാ ഡീസൽ അടിക്കുന്നത്. അതെ, ഇവിടെ വില കണ്ടോ? 88-33. 88-33 അല്ലേ? ആകാശ് ലോഡ് കയറ്റാൻ പോയപ്പോൾ ഒരു ടയറ് പഞ്ചറായിരുന്നു. അപ്പോൾ അത് വെയിൽ ബോൾട്ടൊക്കെ വന്നാൽ ചായ പോയി ചെക്ക് ചെയ്യുക. റോഡിലെ തിരക്കെല്ലാം കുറഞ്ഞല്ലോ. നിങ്ങളൊരു ഡീസൽ അടിക്കാൻ പോയിട്ട് ഇത്ര നേരമായേ? ഡീസൽ അടിക്കാൻ പോയിട്ട് ഡീസലൊക്കെ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം പൈസ കൊടുക്കാനാ താമസിച്ചത്. എയർപോർട്ട് ചണ്ഡീഗഡ്, പഞ്ച്കുള, ന്യൂഡൽഹി 265 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഡൽഹി ബൈപ്പാസിൽ കൂടെ വേണം നമുക്ക് പോകാൻ. ഇന്ത്യൻ ഓയിലിന്റെ കാർഡിലേക്ക് ചാർജ് ചെയ്തായിരുന്നേ. കാർഡിലേക്ക് ചാർജ് ചെയ്ത് അവിടെ നമ്മൾ ഡീസൽ അടിച്ചു കഴിഞ്ഞിട്ട് OTP വെച്ച് അടിക്കാം. അതെ, OTP വെച്ച് അടിക്കാം, അല്ലെങ്കിൽ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്യാം. നമ്മൾ അവരുടെ ഇതിലേക്ക് ചാർജ് ചെയ്താലേ. ഇത് രണ്ടും വർക്കാകുന്നില്ല, നെറ്റ്വർക്കിന്റെ പ്രശ്നം. അതുകൊണ്ട് പൈസ കട്ടാകുന്നില്ല. അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ചാർജ് ചെയ്ത പൈസ കാർഡിൽ തന്നെ ഉണ്ട്. വേറെ ഗൂഗിൾ പേ വഴി പിന്നെ സ്കാൻ ചെയ്ത് അവരുടെ സ്കാനർ സ്കാൻ ചെയ്ത് പേയ്മെന്റ് കൊടുത്തിട്ട് പോകുന്നു. അതാണ് താമസിച്ചത്. OTP നോക്കാനായിട്ട് കുറച്ചു നേരം ഒന്ന് പോയി. പിന്നെ കാർഡ് 2-3 പ്രാവശ്യം സ്വൈപ്പ് ചെയ്ത് നോക്കി, ഒന്നും നടന്നില്ല. അതുകൊണ്ട് എന്താ കുറച്ച് ബ്ലോക്ക് മാറി കിട്ടി. അതെ അതെ, ചില സമയം അങ്ങനെ വരുന്നത്. നമ്മൾ അത്യാവശ്യം ധൃതി വെച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അതെ അതെ അതെ, അതുകൊണ്ട് സംഭവിച്ചേ 40,000 രൂപയ്ക്ക് കാർഡ് ചാർജ് ചെയ്ത പൈസ അതേപടി കാർഡിൽ കിടക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് വേറെ പൈസക്ക് ഇപ്പൊ ഡീസൽ അടിച്ചത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ? നെറ്റ്വർക്ക് എറാന്നും പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മളെ ഏത് റൂട്ടാ പോകുന്നേ? നമ്മള് പോകേണ്ടത് ഇവിടുന്ന് പാനിപ്പത്ത്, സോനിപ്പത്ത്, പിന്നെ ഡൽഹി ബൈപ്പാസ്, മധുര, ആഗ്ര, അങ്ങനെ പോകും.
ഇത്രയും ദിവസം ക്യാരന്റെ ഗ്ലാസ് ഭയങ്കര വലുതായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് കേറിയിട്ട് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. ആ കാരവന്റെ അത് വലിയ ക്ലാസ്സാ, ലോറിയുടെ ചെറിയ ക്ലാസ് അല്ലേ. നമുക്ക് ലോറിയുടെ വലിയ ഗ്ലാസ് ഒക്കെ ലോറിക്ക് അങ്ങനെ വലിയ ക്ലാസ് ആക്കാൻ പറ്റത്തില്ല, സമയമില്ലാഞ്ഞോണ്ടാ. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ചണ്ടയുടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോയാൽ മതിയായിരുന്നു. ആ കണ്ണനൊക്കെ നിർബന്ധിച്ചതാ നാളെ പോകാന്ന് പറഞ്ഞിട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നമ്മുടെ സമയക്കുറവുണ്ടല്ലേ. അതെ, സ്കൂളൊക്കെ തുറന്നില്ല, നമുക്ക് പെട്ടെന്ന് ചെല്ലണ്ടേ കുഞ്ഞുങ്ങളി. അതുകൊണ്ട് നല്ല മാളുകളൊക്കെ കണ്ടോ? ഞാൻ KFC തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? KFC ഇവിടെ കണ്ടുണ്ടെന്നാ പറഞ്ഞ, നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇന്നേ രാവിലെ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു നല്ലൊരു കാപ്പിയായിരുന്നു. ഇന്റർനാഷണൽ എയർപോർട്ട് മൊഹാലി, അംബാല, പഞ്ച്കുള, ഷിംല. ഏട്ടൻ ഷിംല പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ? ചായയോ? ഞാൻ പോയിട്ടുണ്ട്, അത് വലിയ കഥയാണ്. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഷിംലക്ക് പോയപ്പോഴല്ലേ ഭയങ്കര മഴയും ഉരുൾപൊട്ടലും ഇതെല്ലാം. ആ ശരിയാ. എന്നിട്ട് പെട്ടുപോയായിരുന്നോ? പിന്നെ എത്ര ദിവസം അവിടെ കിടന്നു, ഭയങ്കര ദുരിതമല്ലായിരുന്നു. ഞാൻ 2017 ഒന്ന് പോയതാ. പോയി തിരിച്ച് ഒരു ദിവസം കണ്ടേ കിടന്നുള്ളൂ. ആപ്പിളും കയറ്റി പോന്നു. അന്ന് വലിയ പ്രശ്നമൊന്നും മഴക്കാലമൊന്നും അല്ലായിരിക്കും. അല്ലായിരുന്നു. ഞങ്ങള് പോയത് നല്ല ആപ്പിളിന്റെ സമയത്താ പോയത്. പക്ഷെ ഈ മഴ കാരണം ആ പാടെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി. നല്ല ഐശ്വര്യമായിരുന്നു എന്നപ്പോ അത് പറഞ്ഞാ മതി. അത് പറഞ്ഞാ മതി. അതെ അതെ, മൊഹാലി സ്കൂളാ കാണുന്നത് കേട്ടോ. ഈ വഴിയെ പകല് വരണമായിരുന്നു. ഇത് കണ്ടോ, നല്ല രസം. റോഡിന്റെ രണ്ട് സൈഡും കാണാനായിട്ട് ചെറിയ പുൽത്തകടിയൊക്കെ കണ്ടോ? അതെ, ഇടയ സൈഡ് നല്ല പുൽത്തകടിയൊക്കെയാണ്. അതാ പറഞ്ഞു, ഇത് പ്ലാൻ സിറ്റിയാന്ന്. അവര് നന്നായിട്ട് ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്ത് മെയിൻ്റെനൻസും ചെയ്യുന്നുണ്ട്. നല്ല വൃത്തി, ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ലല്ലോ റോഡിലൊന്നും. നല്ല നീറ്റായിട്ടാ മെയിൻ്റെയിൻ ചെയ്യുന്നത്. നമ്മളെ -ഡിഗ്രിന്ന് ഇങ്ങോട്ട് കേറിട്ടേ ഭയങ്കരമായിട്ട് ചൂടെടുക്കുക. അതെ അതെ, അവിടെ ആയിരുന്നപ്പോ എന്നെ രസമായിരുന്നല്ലേ. അന്നേരം ശാലം ചൂടിന് വേണ്ടി കൊതിച്ചു. അതെ, പല്ല് തേക്കാനായിട്ട് വെയില് തപ്പി നടക്കുമായിരുന്നു. അതെ 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 അതെ, നമുക്ക് ഇവിടുന്ന് റൈറ്റാ പോകണ്ട കേട്ടോ. അംബാല റൈറ്റാ, ലോറിയുടെ പുറകെ തന്നെ പിടിച്ചു. അതും നമുക്ക് പോകേണ്ട സൈഡ് തന്നെയാണെന്ന് തോന്നുന്നു. നേരെ പോയ ഷിംലയാ കേട്ടോ. സമയമില്ല അല്ലെ, പോവായിരുന്നു. ഷിംലക്ക് നമ്മള് പോയില്ലല്ലോ. ഞാനൊന്ന് പോയതാ, ഒറ്റ പ്രാവശ്യത്തെ പോക്കോട് കൂടി നമ്മുടെ ഹില്ലിട്ട്. അംബാല 31 കിലോമീറ്റർ, പാനിപ്പത്ത് 147, ഡൽഹി 230. ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ആയിരുന്നു. അപ്പൊ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, അത് നമ്മളെ എടുത്തോണ്ട് വന്നു, അവർക്ക് കൊടുത്തില്ല. അപ്പൊ നമുക്ക് രാത്രി തന്നെ ഇന്നതുണ്ട്. അതെ, ഇന്നിപ്പോ അത് എടുക്കേണ്ട ആവശ്യം വന്നില്ല. രാവിലെ വന്നപ്പോ അവിടുന്ന് കാപ്പിയും ഉച്ചയ്ക്ക് ചോറും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് എടുക്കേണ്ട കാര്യം വന്നില്ല. അപ്പൊ അത് നമ്മൾ എടുത്തോണ്ടേക്ക് പോകുന്നു. വേറെ കാര്യങ്ങളുണ്ട്, പോന്ന വഴിക്ക് കേരള പൊറോട്ടയും കിട്ടി. അപ്പൊ ഇന്ന് രാത്രിത്തെ കാര്യം കുശാലായല്ലോ. അതെ അതെ അതെ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ചണ്ഡീഗഡ് അംബാല ഹൈവേയിലാണ്. നേരത്തെ നല്ല തിരക്കുണ്ട്, ഇപ്പൊ തിരക്കെല്ലാം കുറഞ്ഞു. അപ്പൊ ട്രക്ക് ലേബയിൽ നമ്മൾ കഴിക്കാൻ നിർത്തിയതാ ഇവിടെ. ആ വണ്ടിക്കാരൻ തന്നെയാണ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതാ. ഇവിടെ വരെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോയതാ. അതെ അതെ. കറിയൊക്കെ നല്ലോണം തിളപ്പിച്ച് സെറ്റാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിച്ചാലും നീ കഴിച്ചാൽ മതി. കഴിച്ചേക്കാം, പ്ലേറ്റ് ഒക്കെ എടുത്തോ. മുട്ടയൊക്കെ പൊള്ളും കേട്ടോ. ചിക്കൻ കറിയും പൊറോട്ടയും വെളിയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അന്നേരത്തേനും മഴ തൂളി, വേഗം അകത്തായിട്ടെല്ലാം എടുത്തോണ്ട് പോന്നു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഡ്യൂട്ടി മാറി. ഏട്ടൻ തേര് തെളിക്കാനിരുന്ന് ചൈബ്രോ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുമ്പോൾ പഠിക്കാൻ കേട്ടോ, വലിയ അധികം പോകത്തില്ല. ഇവിടെ എത്രയാ? 280. 250 രൂപയല്ലേ? പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചപ്പോഴേ രാവിലെ കഴിച്ച ഇഡലി സാമ്പാറും എന്നാ ടേസ്റ്റ് ആയിരുന്നു. എത്ര നാളുകൾക്ക് ശേഷം ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കുന്നത്. ചോറും ഉച്ചയ്ക്കാണെങ്കിൽ ചോറും മീൻകറി, പുളിശ്ശേരി, ചിക്കൻ ഫ്രൈ ഒക്കെ. എത്ര നാളായി ഇതൊക്കെ കഴിച്ചിട്ടെന്നറിയാമോ? പുളിശ്ശേരിയും ചിക്കൻ ഫ്രൈ ഒക്കെ. നമ്മൾ പോകുന്നത് ശ്രീനഗർ കന്യാകുമാരി ഹൈവേയിലൂടെയാണ്, NH44. ഇപ്പം നമ്മൾ അംബാല കഴിഞ്ഞ് ഇനി അടുത്ത കുരുക്ഷേത്ര, കർണാല്, പാനിപ്പത്ത്, പൽവാൾ, മധുര. പൽവാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് ഹൈവേ കയറും. ഡൽഹി ബൈപ്പാസ് ആണ് കേട്ടോ. അത് കയറി അടുത്ത മധുര, ആഗ്ര അങ്ങനെ അങ്ങ് പോകും. സർവീസ് ബസ് അല്ലേ അതൊക്കെ? അതെ അതെ. രാത്രി ടാറിങ് ആണ്. പകലൊക്കെ ഭയങ്കര തിരക്കായിരിക്കല്ലേ, അതുകൊണ്ടാണ് രാത്രി ചെയ്യുന്നത്. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ കിടന്നോട്ടെ. അപ്പൊ അച്ഛനും മോനും കൂടി വർത്താനൊക്കെ പറഞ്ഞു നോക്കാം. അതെ, ഡൽഹി ബൈപ്പാസ് ഒന്നും കാണുന്നില്ലായിരുന്നോ? കാണാം, പക്ഷെ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. രാത്രി രാജേട്ടൻ കുറച്ച് ഓടിച്ചു കഴിഞ്ഞ് ഉറക്കം വന്നപ്പോൾ ചായ് ബ്രോയെ ഏൽപ്പിച്ചു. ഇപ്പൊ ചായ് ബ്രോയാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്.
രാവിലെ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയായിരുന്നു. നല്ലൊരു ധാബയെ കൊണ്ട് നിർത്തിയായിരുന്നു. വാഷ്റൂമൊക്കെ ക്ലീൻ ആയിരുന്നു. ഞങ്ങളെല്ലാം വാഷ്റൂമിലെല്ലാം പോയി ഫ്രഷായി ഇവിടെ ഇരിക്കുവാ. ഇനി കോഫി പറഞ്ഞിട്ടുണ്ട്. ആണോ? കണ്ടോ, രാവിലെ വെറൈറ്റി അതുണ്ടോ, മണ്ണിന്റെ ഗ്ലാസ്സിലൊക്കെ കാപ്പി വന്നത്. കുഞ്ഞിക്കിളി ചേച്ചി കപ്പനകത്ത് ചായ കുടിച്ചിട്ടുണ്ടോ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അതെ 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 അതെ. നമ്മൾ ഹരിയാനയിലെ പൽവാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പം NH44 നമ്മൾ വണ്ടിയെല്ലാം ഒതുക്കി ഒരു ധാബയിൽ കയറി ചെറിയ കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് പോവാം. കേറിക്കോ, വണ്ടി എടുത്തോ. വണ്ടി ഞാൻ താമിക്കുട്ടിയെ രാവിലെ ഒന്ന് സെറ്റ് ആക്കട്ടെ, ആണോ? അല്ലേ ഇപ്പൊ തന്നെ വിശക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കി എന്നാ ഞാൻ എടുക്കാം. ഇത് നമ്മള് മലയുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ടോ? മലയുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ടോ വെച്ചാൽ നമ്മള് ഇപ്പൊ ലഡാക്കിലൊക്കെ പോയാൽ അത്ര മലയുടെ സൈഡിൽ കൂടെ ഒന്നും പോകുന്നില്ല. ചെറിയ കയറ്റമിറക്കൊക്കെ ഉണ്ട്, അത്രേ ഉള്ളു. അങ്ങനത്തെ മലയുടെ സൈഡിൽ കൂടെ ഒന്നും പോകുന്നില്ല. നമ്മളിങ്ങി താഴെ എത്തിയല്ലോ. നമ്മളിപ്പോ സേഫ് സോണിലാവും നിക്കലി. ഇതോ സവോളയിലോട് പോകുന്നുണ്ടോ? അതെ അതെ, അത് ബൈക്കാന്ന് തോന്നുന്നുണ്ടോ. ബാഗിൽ 2 ടയറോടെ ഫിറ്റ് ചെയ്തേക്കുക. അതെന്താ വണ്ടി ലോഡ്? അതേലോ, അതായത് കാറുകളാകും നിങ്ങളെ, ഏതേലും കമ്പനിയുടെ കാറായിരിക്കും. രാവിലെ തന്നെ ചെറിയൊരു മൂടൽ മഞ്ഞുണ്ടല്ലോ. അതെ അതെ, നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. ട്രാക്ടറല്ല എന്തായാലും വരാൻ പോകുന്നുണ്ടോ? അതെ, കയറൊക്കെ ഉണ്ടല്ലോ. കയറല്ല, അത് റോപ്പാന്ന് തോന്നുന്നു. ആണോ? ഇവിടെ എല്ലാം കൃഷി സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെല്ലാം കൃഷിയാ. എന്ത് കൃഷിയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതറിയത്തില്ല, ഇറങ്ങി ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇത് 6 ലൈനായിട്ട് നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കുണ്ട്. NH44 ഓരോ സ്ഥലങ്ങളിലും തിരക്ക് കൂടുതലും കുറവുമായിരിക്കും. ഇതന്നെ ഇതല്ല ഈ ലോഡ്. അത് എന്നതാണോ? അതെ, ഏതോ വണ്ടികളുടെ ഹൗസിംഗ് ആണോ? ആക്സിലാ. അതെ, ഈ വണ്ടികളുടെ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബാക്കി ടയർ വരുന്നില്ലേ, അതിന്റെ ഫുൾ സെറ്റ്. ടയർ ഇല്ലാതെ ബാക്കിയുള്ള ഫുൾ സെറ്റാണ് വണ്ടി. 2 വണ്ടിയിലും അതാണ് ലോഡ്. അതായത് ടയർ ഇട്ടാൽ ഒരു ഹൗസിംഗ് സെറ്റായി. ഇപ്പൊ നമ്മൾ ഹരിയാനയിൽ കൂടെ ആണ് പോകുന്നത്. മുന്നോട്ട് ചെല്ലുമ്പോൾ കുറച്ച് രാജസ്ഥാൻ കയറും, അത് കഴിഞ്ഞ് UP കയറും, പിന്നെ രാജസ്ഥാൻ വരും, പിന്നെ UP കയറും. അങ്ങനെ കുറച്ച് കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഇത് ആ സൈഡല്ല, ഇത് രാജസ്ഥാന്റെ ഒരു സൈഡേ വരുന്നുള്ളൂ. കുഞ്ഞിക്കിളി, കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ പോയി പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ട് മതിയായില്ലേ? അല്ല, എനിക്ക് ആ റൈഡിൽ കയറാന്. ആ റൈഡേ കയറി കൊതിയും മതിയും തീർന്നില്ല. എന്നാ ചാട്ടമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആണോ? ഇതേ നമ്മളെ രാജസ്ഥാന്റെ വേറൊരു സൈഡിൽ കൂടാ പോകുന്നത്. നമുക്ക് AVT മേടിച്ചാലോ? ചേച്ചി അങ്ങനെ പറഞ്ഞു തന്നെ. ചേച്ചാ പറഞ്ഞു തെറ്റിപ്പോയതായിരിക്കും. അതെ, അതുകൊണ്ട് കൊറേ വണ്ടി അവിടെ കൂട്ടിയിട്ടേക്കുന്നേ. പഴയ വണ്ടികളാന്ന് തോന്നുന്നു. സ്ക്രാപ്പ് ആയിരിക്കും അല്ലേ? സ്ക്രാപ്പായിരിക്കും. ഈ വണ്ടിയുടെ ലോഡ് കണ്ടോ? അതെ അതെ, നല്ല ഹൈറ്റും സൈഡിലോട്ടെല്ലാം തള്ളി നിൽക്കുന്നുണ്ടോ? അതെന്നായിരിക്കും? അതെന്നാണോ അതിന്റെ സാധനം? ഞാൻ അതിന്റെ പേര് മറന്നുപോയി. പുകയിലാണോ? അല്ലല്ലേ, അതെ, ഈ കച്ചി കട്ട് ചെയ്തുകൊണ്ട് പശുക്കൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന സാധനമാണെന്ന് തോന്നുന്നത്. നമ്മൾ ഇടയ്ക്ക് എവിടെയോ വെച്ച് കണ്ടായിരുന്നു. ശരിയാ അതാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ഇതുണ്ടോ, വണ്ടി കാണത്തില്ല. അത് ട്രാക്ടർ. അതെ അതെ അതെ, എന്തേരം വലുപ്പത്തിലാ ലോഡിരിക്കുന്നത്. അതെ, ടോൾ ഗേറ്റ് ഉണ്ട്. അടുത്തൊരു ടോൾ ഗേറ്റ് ആയിട്ടുണ്ട്. ഇതന്നെട്ട് ഇവിടെ അല്ലേ UP RTO ടാക്സ്. നമ്മൾ UP കേറിയില്ലല്ലോ. UPയിലേക്ക് എത്തുന്നേ ഉള്ളൂ. അതെന്താന്നോ? അതെ, UP ബോർഡറാ, UPയിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ അവിടെ ഈ ഓൺലൈൻ ടാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള ഇതെല്ലാം പേപ്പർ വർക്കുകളെല്ലാം ചെയ്യാനുള്ള ഏജന്റുമാരാ. അത് കൊറേ ഇടത്ത് കണ്ടില്ലേ? ഇത് കണ്ടോ, കുരങ്ങച്ചനെ കൊണ്ടുവന്നുണ്ടോ? ഇതുണ്ടോ, കുരങ്ങച്ചനിരുന്ന് പഴം തിന്നുന്നുണ്ടോ? കണ്ടോ കണ്ടോ, പാവം കുരങ്ങച്ചനെ കെട്ടിയിട്ടേക്കുവാ. മരത്തെ കയറ്റി വിടേണ്ടതല്ലേ? ഇവിടെ എത്രയായിട്ടാ ടോള്? ടോൾ എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇല്ലേ? അതെ, RC കാണിക്കാനാ പറഞ്ഞത്. എന്തിനാന്ന് അറിയത്തില്ല, എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. तुम लोग क्या देख रहे हो? बोले तो मैं बोल के देते हैं.
അതെ, അവർക്ക് വെയിറ്റിന്റെ കാര്യത്തിൽ ഒരു സംശയമായിരുന്നു. അതിനാണ് RC ചോദിച്ചത്. RC നോക്കിയിട്ട് കണ്ടു കിട്ടിയില്ല. അപ്പോൾ പെർമിറ്റ് കാണിക്കാൻ പറഞ്ഞു. പെർമിറ്റ് നോക്കിയപ്പോൾ കണ്ട്. അതെ, RT ഓഫീസിൽ ചെല്ലുന്നതിലും ഗുണ്ടായസം രീതിയിൽ അവൻ RC പെർമിറ്റ് ഇതെന്തിനാന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. ഈ വെയിറ്റ് പാസിങ് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ടാണ് RCയും പെർമിറ്റും മേടിച്ചത്. അത് ഈ ടോൾ ഗേറ്റിൽ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. ടോൾ ഗേറ്റ് അത് അറിയാനായിട്ടാണ് ചോദിച്ചത്. അതും ചോദിച്ചത് തന്നെ RC എടുത്തു കൊടുത്ത്. അത് കഴിഞ്ഞപ്പോ പെർമിറ്റ്. അപ്പൊ ഞാൻ ചെയ്ത് എന്തിനാ അത് നീ എന്തിനാ അറിയാം, നീ ഇങ്ങനെ എടുക്കാനാ പറയുന്നത്. അങ്ങനെയല്ലല്ലോ, ഈ ടോൾ ഗേറ്റിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ. അല്ല, അവർക്ക് അതെന്നാന്നോ അവിടെ ഈ വേബ്രിഡ്ജ് പോലെ ഉണ്ട്, അവർക്ക് അതേ വെയിറ്റ് അറിയാം. അതുകൊണ്ടാണ്. ട്രെയിൻ പോകുന്നുണ്ടോ നമുക്കിട്ടി? മധുരക്കിനി 50 കിലോമീറ്റർ, ആഗ്ര 104 കിലോമീറ്റർ, ഗോളിയാർ 215. ഗോളിയാർ വഴിയാ നമുക്ക് പോകേണ്ടത്. ആണോ? ഇവിടെ 2 മധുരയുണ്ടോ? 2 മധുരയുണ്ട്. ഒന്ന് തമിഴ്നാട്ടിലൊരു മധുരയുണ്ട്, ഇവിടെ UP-യിലും ഒരു മധുരയുണ്ട്. ഓ, ഇതിന് 2 മധുരയ്ക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. എന്നാന്നറിയോ? ഒന്ന് മധുര മീനാക്ഷി ക്ഷേത്രം, അത് തമിഴ്നാട്ടില്. ഈ മധുര നമ്മുടെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ്. അതെ, അടുത്ത ട്രെയിൻ. അതിനകത്ത് നമ്മളിപ്പോ ലോലോയിലല്ലേ താമക്കുട്ടി പോന്നേ. താമക്കുട്ടി പറയുന്നേ ട്രെയിനേ പോകാന്നാ. താമക്കുട്ടി വന്ദേ ഭാരതിലൊക്കെ കയറിയിട്ടുള്ളതല്ലേ, ഉറങ്ങുന്നില്ലായിരിക്കും. കുഞ്ഞല്ലായിരുന്നോ? ഇത്രയും വലുതായി ഞാൻ പോലും അത്രയും കേറിയിട്ടില്ല. തന്നെ ഫ്ലൈറ്റേ കയറ്റിയില്ലേ? ഫ്ലൈറ്റ് കയറ്റി, ഇതൊരു ട്രെയിനിൽ കയറ്റിട്ടില്ല. ട്രെയിൻ നമുക്ക് ഇനി അടുത്ത എവിടെയെങ്കിലും പോകുമ്പോ ട്രെയിനിന് പോയേക്കാം. കൊച്ചിനെ കൊണ്ടുപോകാം. ഞാൻ ഈ അടുത്താ ട്രെയിനെ കയറിയത്. അത് എത്ര നാള് കഴിഞ്ഞ ഞാൻ ട്രെയിനെ കയറുന്നല്ലേ. അതുകൊണ്ട് വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? എല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റ് ആണോ? ഇതുണ്ടോ എന്തൊരു JCB അല്ലല്ലേ, ക്രെയിനാ. JCB ഉണ്ട്, ക്രെയിനും ഉണ്ട്. ആംകുട്ടി കണ്ടില്ലേ, കഴിഞ്ഞു പോയി. അതേ കൂടെ ബൈക്ക് കയറ്റിക്കൊണ്ട് പോകുന്നോ? അതെ. അത് ആൾക്കാര് റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള സാധനമാണ്. അതേ കൂടെ ഉണ്ട് ബൈക്ക് കയറ്റിക്കൊണ്ട്. ആംകുട്ടി ഇതെന്താ? JCB അല്ല, ക്രെയിൻ. 6 ലൈൻ മാറിയേ 4 ലൈൻ ആയല്ലോ. 4 ലൈനായി. അതവിടെ വീണ്ടും 6 ലൈനായി. അതെന്നാ വെച്ചാൽ അതവിടെ പാലമായിരുന്നു, അതുകൊണ്ടാ 4 ലൈൻ രീതി ഇല്ലാത്തതായിരുന്നു. അതെ, നമ്മുടെ ഒരു വണ്ടിയും കൂടെ ലോഡ് കയറ്റി വരുന്നുണ്ട് പുറകെ കേട്ടോ. പുറകെ ഉണ്ടോ? നമുക്ക് കാണാലോ ഇടയ്ക്ക് വെച്ച്. അതെ, നമ്മുടെ കൂടെ വരും. കുറച്ച് കഴിയുമ്പോഴത്തേനും കൂടെ എത്തും. നമ്മള് ഇപ്പൊ UP കയറി കേട്ടോ. UP കയറിയോ? പിന്നെ അന്നേരം ഈ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നോ? ചെക്ക് പോസ്റ്റ്, ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞല്ലോ. അതുകൊണ്ട് ബോർഡർ ഒന്നും പെട്ടെന്ന് അങ്ങനെ അറിയത്തില്ല. വണ്ടി സാധാരണ വരുന്ന പോലെ തന്നെ അങ്ങ് പാസ്സായി പോകുന്നു. അല്ലേ നേരത്തെ അന്നേരം തന്നെ നമ്മള് ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ഇറങ്ങി നിക്കണായിരുന്നല്ലോ. അതെ. ഇറങ്ങി എന്തിനായി പേപ്പറുമായിട്ട് ഇറങ്ങി നിക്കുന്നേ? അല്ല, ഇറങ്ങി പോണമായിരുന്നല്ലോ RTO പോണായിരുന്നല്ലോ. അത് ശരിയാ. ബോർഡർ RTO ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. കൊറേ സ്ഥലത്ത് നിർത്തിയല്ലേ ഇപ്പം? കൊറേ സ്ഥലത്ത് നിർത്തി. ഇവിടെ കൊറേ പഴയ വണ്ടികൾ കൂട്ടിയിട്ടുണ്ടല്ലേ. അതെ, എന്നാന്ന് അറിയത്തില്ല. ഇതുണ്ട്, ഇതൊരു മന്ദിറാന്ന് തോന്നുന്നു. ഹനുമാൻ മന്ദിർ. അതെ, ഇതുണ്ട് ഒരു വണ്ടി പറഞ്ഞു കിടക്കുന്നേ. 14 ഉറങ്ങിപ്പോയതാന്ന് തോന്നുന്നു. ആണല്ലേ? ആ വണ്ടിയിലെ ഡ്രൈവറാന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ സൈഡ് ബോഡിയെ കയറി ഇരിപ്പുണ്ട്. 2 പേരുണ്ടായിരുന്നു. 2 പേരും ഇരിപ്പുണ്ട്. ഡ്രൈവറും കിളിയായിരിക്കും. എങ്കിലും അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഇതേ കുഞ്ഞുങ്ങൾ ഇതുണ്ടോ? JCB കൊണ്ടുവന്നുണ്ടോ? എന്നോടല്ലേ താമിയോടാ പറയണ്ടേ. താമിയേ, കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടുണ്ടോ? രാവിലെ ഏട്ടന് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് ചായ് ബ്രോ ഉറങ്ങാൻ കിടന്നു. ഈ ഹൈവേയുടെ കൃഷിയേക്കാൾ കൂടുതൽ മറ്റേ ബിൽഡിങ്സ് അല്ലേ? അതിപ്പോ ഇവിടെ ടൗൺ ഏരിയ പോലെ ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ മൊത്തം കൃഷിയാണ്. ഈ ഹൈവേയുടെ 2 സൈഡും അധികം കൃഷിയൊന്നുമില്ലല്ലോ. ഈ ഭാഗങ്ങളിലാണ് കൃഷി ഇല്ലാതെ. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നാൽ കൃഷികളൊക്കെയാണ്. നമ്മള് ഗ്രാമങ്ങളിലൂടെ പോകുന്നുണ്ടോ? ഗ്രാമങ്ങളല്ല, നമ്മള് ഹൈവേ ആണ് കൂടുതലും പോകുന്നത്. ആണോ? 00 ഏതാ നമ്പർ പ്ലേറ്റ്? 00 കുഞ്ഞുങ്ങളെ. അതെ, 00 അല്ല, ഒഡീഷ.
ഓടി ഒരു കാറിന്റെ പേരല്ലേ? ആ അതെ, ഇത് ഓടി എന്ന് പറഞ്ഞാൽ ഒഡീഷ എന്നുള്ളതിന്റെ ഓടിയാണ്. ആ ആ ഹോട്ടലിൽ എന്തോരം ആൾക്കാരാന്നുണ്ടോ? അത് ഇവിടുത്തെ ട്രിപ്പ് വണ്ടിയാ. ആണോ? ആ ഇതുണ്ടോ ശിവഭഗവാന്റെ വലിയൊരു പ്രതിമ. എന്റെ പുറകിൽ തന്നെ അമ്പലമുണ്ട്. അമ്പലമുണ്ട്, അതെ. നോക്കി എന്നാ വലുതാ നോക്കിയേ. ചാർധാം. ആ അതെ, ആ പുറകിൽ തന്നെ ദേവിയുടെ ഉണ്ട്. ഇത് ഇവിടുത്തെ സർവീസ് ബസ് ആണെന്ന് തോന്നുന്നു. ഇലക്ട്രിക്കാ. ആ വണ്ടിയുടെ ലോഡ് കണ്ടോ, 2 ആടാ. അതെ അതെ. ശ്രീകൃഷ്ണ ജന്മഭൂമി മധുര കണ്ടോ, ഈ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ ശ്രീകൃഷ്ണ ജന്മഭൂമി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത്. അതെ, നമുക്ക് ഈ മധുരയിലും വൃന്ദാവനൊക്കെ പോണായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഒന്ന സമയമില്ല, നാട്ടിൽ നിന്ന് പോന്നിട്ട് 1 മാസമായി. 1 മാസം കഴിഞ്ഞു. അതെ, അതുകൊണ്ട് അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പോവാം. പിന്നെ താമക്കുട്ടിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നാ. അതെ ഭയങ്കര വഴക്ക രാവിലെ എഴുന്നേറ്റപ്പോ തുടങ്ങി. കേരള ടു ലഡാക്ക് യാത്രയിൽ 30 ദിവസം നമ്മൾ ക്യാരവനിലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പോകാനായില്ല, അതായത് സ്കൂള് തുറന്നുകൊണ്ടാണ് നമ്മൾ ലോറിയിൽ ഇങ്ങ് പോകുന്നത്. നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിട്ടില്ല. ചേച്ചിയും ചേട്ടായും മുത്തും ഒക്കെ ഉത്തരാഖണ്ഡൊക്കെ കറങ്ങി പതുക്കെ എത്തുള്ളൂ. ഉത്തരാഖണ്ഡ് ഹിമാചലും ഒക്കെ കറങ്ങിയിട്ട് പതുക്കെ വരത്തുള്ളൂ. ഇനി ഒരു 10-15 ദിവസം കൂടെ എടുക്കും. അപ്പൊ അന്നേരം തന്നെ നമുക്ക് സ്കൂള് തുറന്നു. ഏട്ടന് ഇത്രയും ദിവസമല്ലേ ഓഫീസിൽ? നമുക്കല്ല സ്കൂള് തുറന്ന്, പിള്ളേർക്ക് സ്കൂള് തുറന്നു. അതെ, പിന്നെ ഏട്ടന് ഓഫീസിലും പോകണ്ടേ, അത്യാവശ്യമല്ലേ. അതെ, അതുകൊണ്ടാണ് നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വേഗം പോകുന്നത്. അത് ട്രെയിനാ പോയത്. റെയിൽവേ ഓവർബ്രിഡ്ജ് ആണിത്. അതിന് മുകളിൽ കൂടെ ട്രെയിനാ പോയത്. അത് ഗുഡ്സ് ട്രെയിനാ പോയത്. അത് കൽക്കരിയാണോ ഇതിന്റെ ഗുഡ്സ്? അതെന്താന്ന് അറിയത്തില്ല കുഞ്ഞുങ്ങളെ. കൽക്കരിയും പല സാധനങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. അതെന്താന്ന് അറിയത്തില്ല, കണ്ടില്ല, ദൂരെയല്ലായിരുന്നു, അതുകൊണ്ട് എന്നാന്ന് കാണാൻ പറ്റിയില്ല. അതെ, ഇവിടെ ഓവർബ്രിഡ്ജിന് അടിയിൽ കൂടെ റൈറ്റ് പോയാൽ മധുര സിറ്റിയാണ്. നമുക്ക് നേരെ ആഗ്ര, അവിടുന്ന് ഇടത്തേക്കാ മധുര സിറ്റി കേട്ടോ. നമുക്ക് നേരെ ആഗ്ര, ഗ്വാളിയർ, ഝാൻസി അങ്ങനെ പോവാം. അതോ അതേതോ മസ്ജിദാന്ന് തോന്നുന്നു. താജ്മഹലാണോ? താജ്മഹൽ അല്ല, താജ്മഹൽ ആഗ്രയിലാ. നമ്മൾ പോന്ന വഴിക്കാ. മസ്ജിദാണോ കൊട്ടാരമാണോ എന്ന് അറിയത്തില്ലല്ലോ. അടുത്ത ട്രെയിൻ പോകുന്നാണ്ടോ നിങ്ങളെ? എന്നോടല്ല, ദാമിയോട്. ട്രെയിൻ പോകുന്നു. സിഗ്നൽ ഉണ്ടോ? അത് റോഡ് ക്രോസിങ്, സിഗ്നൽ ഇല്ല. അവിടെ ഒരു ക്രോസിങ് ഉണ്ട്, അതുകൊണ്ടാ. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ടാറ്റയൊക്കെ തന്നിട്ടാ പോയത്. ഇതാ പശു കിടക്കുന്നുണ്ട് നട റോട്ടിൽ തന്നെ. അതെ, വെയില് കായാനിരിക്കും. കുഞ്ഞുങ്ങളെ ഇതുകൊണ്ട് ഈ 2 സൈഡ് ഇതുപോലെ ബാരിക്കേഡ് വെച്ചേക്കല്ലേ, പിന്നെ പശു എങ്ങനെ ക്രോസ് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഒരു ക്യാപ്പില്ല. അതെവിടാന്ന് കണ്ടു കാണത്തില്ല, അതുകൊണ്ടായിരിക്കും അവിടെ അങ്ങ് കിടന്നു മടുത്ത് കാണും, അവിടെ അങ്ങ് ഇരുന്നു. ഇത് ആഗ്ര ബൈപ്പാസാ കേട്ടോ. ആ താഴെ കൂടെ പോകുന്ന വഴിയാണ് ആഗ്ര ടൗണിലേക്ക് പോകുന്നത്. നമ്മൾ ബൈപ്പാസ് വഴിയാണോ പോകുന്നത്? നമ്മൾ ബൈപ്പാസിൽ പോയി ആഗ്ര ടൗണിൽ നിന്ന് ഗ്വാളിയറിലേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് വണ്ടി ഇടാം. നമുക്ക് വേണം താജ്മഹലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. താജ്മഹൽ കാണാമോ? ആഗ്ര ടൗണിലേക്കുള്ള വഴിയാ അത്. താഴെ കുറച്ച് കൃഷി സ്ഥലമൊക്കെ കാണാൻ തുടങ്ങിയേ. എന്തോ കൃഷിയൊക്കെ ഉണ്ട്. ഗ്രാമത്തിൽ മാത്രമല്ലല്ലോ കൃഷി ഉള്ളത്, നഗരത്തിലും കൃഷി സ്ഥലങ്ങളില്ലേ. ഇതിപ്പോ നമ്മള് ഹൈവേയാ പോകുന്നത്, നഗരമല്ല. ആ ഹൈവേ സൈഡ് 2 സൈഡും കൃഷികളുണ്ട്. അപ്പൊ നമ്മള് താജ്മഹൽ കാണാൻ വേണ്ടി ആഗ്ര ബൈപ്പാസിലൂടെ പോകുന്നത്. നമുക്ക് പോകേണ്ടത് ഗ്വാളിയറിനാ പോകേണ്ടത്. അപ്പൊ നമ്മൾ അവിടുന്ന് ആഗ്ര ടൗണിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ഈ വഴി തന്നെ കയറി പോകാനേ പറ്റത്തുള്ളൂ. അതിലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ആഗ്ര ടൗണിൽ കൂടെ ലോറി കയറി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഗ്വാളിയർ റൂട്ടില്, ഈ ആഗ്രന്ന് ഗ്വാളിയർ റൂട്ടിലേക്ക് കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് പോയിട്ട് തിരിച്ചങ്ങ് വന്നാൽ നേരെ വണ്ടി എടുത്ത് പോയാൽ മതി. അപ്പം നമ്മളിപ്പോൾ ആഗ്ര ബൈപ്പാസിലുള്ളത്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ താജ്മഹൽ കാണാൻ പോവാ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.